ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബൂസ്റ്റ് വെച്ചൊരു ഐസ്ക്രീമാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ബൂസ്റ്റ് ചെറിയ പാക്കറ്റ് 2 എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കട്ടിപ്പാലായാൽ അത്രയും നല്ലതാണ്. പാല് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കണം. പാല് നമുക്ക് തിളപ്പിച്ച് കുറുകിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. സമയമെടുത്താലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം കിട്ടുന്നതാണ്. മുട്ടയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കാൻ പോകുന്നത്. പാലെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് പൊങ്ങിയ ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലിന് ഞാനിപ്പോൾ 100 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാലും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. പാലിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയമാണ് നമുക്ക് കറക്റ്റായിട്ട് പാകത്തിന് വരുന്നത്. പാലും പഞ്ചസാരയൊക്കെ നല്ല കുറുകി കളറൊക്കെ മാറി ഇപ്പോൾ വന്നിട്ടുണ്ട്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ചെറിയ പാക്കറ്റ് ബൂസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ അരിമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. അരിമാവെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. 1-2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഈ മിക്സ് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഒരു ബൗളിലേക്കാണ് ഞാനിപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവൻ ഫ്രഷ് ക്രീമും നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിലിട്ട ശേഷം നമുക്ക് 1-2 മിനിറ്റ് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്പീഡൊന്ന് കൂട്ടിയിടാം. വിപ്പിംഗ് ക്രീം അടിക്കുന്നത് പോലെയൊന്നും നമ്മൾ ഫ്രഷ് ക്രീം അടിക്കുമ്പോൾ കിട്ടാറില്ല. ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചെറിയ രീതിയിൽ മാത്രം കുറച്ച് കട്ടയെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചേർക്കാവുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂസ്റ്റ് മിക്സാണ്. അത് ഞാനിപ്പോൾ ഓരോ തവി വീതം കോരി ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഐസ്ക്രീമിനുള്ള മിക്സൊക്കെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോക്സിലോട്ടാണ് ഐസ്ക്രീം മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഐസ്ക്രീം സെറ്റാവാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ചേക്കണം. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.